ആകാശപ്പറമ്പിൻ്റെ താഴെ എന്തെന്ത് മറിമായങ്ങൾ. സംസ്കാരവും കലയും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മതങ്ങളും സ്നേഹവും പ്രണയവും സൗഹൃദവുമെല്ലാം അനന്യസുന്ദരമായ ഭാവങ്ങളോടെ നിലകൊള്ളുന്ന ലിഡിയയുടെ സ്വപ്നഭൂമിയിലേക്ക് നീണ്ട 12 വർഷങ്ങൾക്ക് ശേഷം അവൾ എത്തുകയാണ്, ഒരു പുതിയ അതിഥിയെപ്പോലെ. Amazing. പാടച്ചോരെ കുടുങ്ങിയ ഇവിടെ സിംഗൊന്നും ഉണ്ടാവില്ലട്ടാ. നിങ്ങളൊരു വീട് ഈ വീട് തന്നെയാണോ? അപ്പൊ മലയാളം അറിയാലേ? അറിയാം. പണ്ടി വഴിക്ക് മനുഷ്യന്മാരൊന്നും വന്നിരുന്നില്ല, പക്ഷെ ഇപ്പൊ എല്ലാ വണ്ടിയും വരൂട്ടാ. നിങ്ങളുടെ വീട് എവിടെയാ? ടെക്സസ്, അമേരിക്ക. അല്ല, നിങ്ങൾക്ക് വല്ല കാറ് വിളിച്ചു പോയിക്കൂടെ? എനിക്ക് ഈ വണ്ടിയിൽ പോണട്ടാ ഇഷ്ടം. അല്ലെങ്കിലും ആർക്കും വേണ്ടാത്ത കാര്യങ്ങളല്ലേ നിങ്ങൾക്ക് വേണ്ടു. കൂടെ ആരുല്ലേ? ഞാനൊറ്റക്ക. എന്താ ചോദിച്ചൊന്നുള്ളേ. ನಾನು വാഷാന്റെ വീടായോ? നിങ്ങളിത് ഏത് നാണാശന്റെ കാര്യം പറയണേ? കഥകളി ആശാൻ. ನಾನು വാഷാൻ എന്റെ ഗുരുവാണ്. ആ നാണുവാശല്ലേ? അപ്പൊ നിങ്ങൾ അറിഞ്ഞില്ലേ മൂപ്പ് 2-3 കൊല്ലം മുമ്പ് ചത്തുപോയിരിക്കണ്? ഓ മൈ ഗോഡ്, ഞാൻ 10 വർഷം മുമ്പ് വന്നതാ. മാഡം മാഡം ഇതൊക്കെ നമ്മുടെ ഷറഫിന്റെ പൂക്കടയിലത്തെയാ, മാണൊന്നും ഉണ്ടാവില്ല. ലിഡിയല്ലേ? അതെ. എത്ര കാലായി കുട്ടിയെ കണ്ടിട്ട്. പെട്ടിയും സാധനങ്ങളൊക്കെ അകത്തേക്ക് വെച്ചോളൂ. ആ മാഡം, നമ്മളങ്ങട്ട് എന്നാ ശരി, എന്തെങ്കിലും വിളിക്കണട്ടാ, ഒന്ന് പറഞ്ഞോളി. രണ്ടാലും വലുതായി പോയി. ഇത് നിങ്ങളുടെ അച്ഛന്റെ പ്രിയ ശിഷ്യ ലിഡിയ. കഥകളി പഠിക്കുന്നുണ്ടോ? കഥകളി അതൊന്നും പഠിച്ചിട്ട് ഇക്കാലത്ത് വലിയ കാര്യമൊന്നുമില്ല. അതൊക്കെ നിങ്ങൾക്ക് വേണ്ടുള്ള പണിയാ. ഡാ, കുട്ടി ഇതൊന്നും കാര്യാക്കണ്ട. ഏയ് വെള്ളം ഒഴിച്ചു കഴിഞ്ഞേ. എവിടെ നിന്റെ ഗസ്റ്റ് പതാമ? വിളിയറ അവളെ, 2 ഒഴിച്ചു കൊടുക്ക അവൾക്ക്. ശരിയാ, ഓണം കൂടാൻ വന്നിട്ട് നമ്മൾ ക്ഷണിച്ചില്ല എന്ന് വേണ്ട. അവളൊരു ടാങ്കാ, അവൾക്കൊന്നും ഒരു പ്രശ്നമല്ല. ചെല്ലടാ, അവള് വിളിച്ചിട്ട് വാ. ഈ വീടൊക്കെ ചേഞ്ച് ആയിരിക്കുന്നു വല്ലേ. ആരിലും കലയോടും ഒന്നിനോടും ഇഷ്ടമില്ല എന്ന് തോന്നുന്നു.
ഇവിടെ ഇപ്പൊ കുട്ടിയോള് ഞാൻ പറഞ്ഞതൊന്നും അനുസരിക്കാണ്ടായിരിക്കുന്നു. കലയും ദൈവവും ഒന്നുമില്ല. ഓണത്തിന്റെ പേരിലാ ഈ നടക്കണ പേക്കൂത്ത് മുഴുവനും. ഞാനിങ്ങോട്ട് വരുമ്പോ എനിക്ക് കുറെ പ്രതീക്ഷകളുണ്ടായിരുന്നു. ഓണം, പൂക്കളം, ഓണക്കളികൾ, പാട്ടും തുള്ളലും ഒന്നും കാണാറില്ലാണ്. നാടിനൊന്നും പറ്റിയിട്ടില്ല. അല്പം കാശും വിദ്യാഭ്യാസവും ഒക്കെ വന്നപ്പോ പഴയതൊക്കെ അങ്ങോട്ട് മറന്നു. ഓണമൊക്കെ കൊണ്ടാടാൻ ഇപ്പൊ ആർക്കാ സമയം? Good evening, madam. Me and my friends, we are just having an Onam party. I thought I should invite you. If you don't mind, will you please join us? നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം. Nostalgic. I think you are educated. But one thing. നിങ്ങൾ മര്യാദ ശീലിക്കണം. Get out. പണ്ട് ഉച്ച വയറ്റി കിടക്കണം അവന്റെ ഒരു ഓണാഘോഷം. കടന്നുപോടാ. ഓണം ശരിക്കും ആഘോഷിച്ച പോലെ ഉണ്ടല്ലോ. വാട്ട് ഹാപ്പൻ മാഡം? മാഡം ഇതൊന്നും കണ്ടിട്ടില്ലേ? അമ്മ ഇതൊക്കെ ആദ്യമായിട്ട് കാണുകയാണോ? ഇതിനെല്ലാം അമ്മ തന്നെയല്ലേ വളം വെച്ചു കൊടുത്തത്? അനുഭവിച്ചോ? കുട്ടിക്കാലൊക്കെ മാറി. എല്ലാവർക്കും ഞങ്ങളുടെ കൾച്ചർ മതി. അമ്മേ, ഡിന്നറിനുള്ള ഫുഡ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഐ ഹാവ് ബ്രിങ് ഫോർ യു നോൺ വെജ്. ഓണത്തുമ്പിത്തുമ്പച്ചോട്ടിൽ പൂക്കളമിട്ടല്ലോ, ഓണപ്പാട്ടിൽ കുറുവാലൻ കിളിയൂഞ്ഞാലാടിയിലോ, ഓണച്ചൊല്ലിൽ മലയാളക്കര ചന്തം കൊണ്ടല്ലോ, ഓണക്കോടിയുടുത്തൊരു സ്നേഹം പൂക്കളമിട്ടല്ലോ, ഓർമ്മകൾ നിറയും കളിമുറ്റങ്ങളിലൊരു ചെറുപൂവിൻ മോഹം വീണ്ടും പൂപ്പൊലി പാടുകയായി, സ്നേഹപ്പൂപ്പൊലി പാടുകയായി, പൂവേ പൊയ് പൂവേ പൂവേ പൊയ് പൂവേ. താന്തോന്നി കാറ്റിലാടും കുടമുല്ലപ്പൂവേ, ആലോലം കൊഞ്ചിപ്പാടും കുട്ടിത്തത്തമ്മേ, താന്തോന്നി കാറ്റിലാടും കുടമുല്ലപ്പൂവേ, താലോലം കൊഞ്ചിപ്പാടും കുട്ടിത്തത്തമ്മേ. ഹലോ, ഞാൻ ലിഡിയ. പാട്ടും ഡാൻസും നന്നായിട്ടുണ്ട്. കൺഗ്രാറ്റുലേഷൻ. നിങ്ങളുടെ പേരെന്താ? ഞാൻ ചന്തു. സ്വീറ്റ് നെയിം. ഇത് ഓണത്തിന്റെ ഭാഗമാണ്. അതെ, 3-4 വർഷമായി ശാന്തിപുരം ഗ്രാമത്തിൽ ഓണാഘോഷം നടന്നിട്ടില്ല. ഇപ്രാവശ്യം എന്തായാലും അത് നടത്താൻ തന്നെയാണ് തീരുമാനം. ഓക്കെ. ഗുഡ് ഗുഡ്, വെരി ഗുഡ്. അത് ശരി, അപ്പൊ നമ്മളോടെയുള്ള ഈ ശീലാവധി ചമയലല്ലേ? ഭാഗ്യവാൻ ഭാഗ്യവാൻ. ആരോട് വെച്ചിട്ടാ ഇതിലൊന്ന് ചേർന്ന്? എന്താ എന്റെ നാവ് ഇറങ്ങിപ്പോയോ? ഞാൻ ചോദിച്ചിട്ടില്ലേ? ഈ നാട്ടിലെ പെൺകുട്ടികളെല്ലാം തന്നോട് ചോദിച്ചിട്ട് വേണോ ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ? ഇതെന്താ വെള്ളരിക്കപ്പെടണോ? ഒന്ന് പോടോ. ഇവളെ എന്റെ ആളാ, അതുകൊണ്ട് ചോദിച്ചില്ലെങ്കിലേ ചിലപ്പോ വിവരം അറിയും. ഞാൻ എന്റെ ഇഷ്ടത്തിനാ കളിക്കുന്നത്. ഇത് നാടകമാണോ നൃത്തശില്പമാണോ എന്നറിയാത്ത നിങ്ങൾ എന്നെ പഠിപ്പിക്കണ്ട. ഞാൻ ആരുടെ ആളല്ല. അത്രയ്ക്കായോ? കാശിന് ആവശ്യമുള്ളപ്പോഴേ പുളിങ്കുരുവോല എണ്ണി തരാൻ ഞാനേ ഉണ്ടായുള്ളൂ. ഇപ്പൊ അവളെ നില കണ്ടില്ലേ? നിന്നെ ഞാൻ കടമായി ചിലപ്പോ കാശ് വാങ്ങിയിട്ടുണ്ടാവാം, അത് തിരികെ തന്നിട്ടുണ്ട്. ആ കാരണം വെച്ചോണ്ട് എന്നെ ഭരിക്കണ്ട. വന്നാ നീ എന്തിയോടി? Get lost, man. ഓപ്പിലെ പരിപാടി നിങ്ങളുടെ ഓണാഘോഷമല്ല. ഓണാഘോഷം എന്താന്ന് ഞങ്ങൾ കാണിച്ചു തരാം. ആരാ ചന്തു ഈ വെള്ളക്കാരി? ഇത് നമ്മുടെ നാണുവാശാന്റെ ശിഷ്യ.
നാട് കാണാൻ വന്നാവൂലേ? അതെ അതെ അതെ. കാണാൻ പറ്റിയൊരു നാടേ. നമ്മളിത് കണ്ട് കണ്ട് ബോറടിച്ചിരിക്കുക. അപ്പോഴാ ഈ വെള്ളക്കാരിയും കിട. പൊളിച്ചടക്കിയില്ലേ? അവർ ഓണാഘോഷം നമ്മൾ കോണാഘോഷാക്കി. നിന്റെ നർത്തകിയുടെ ഓട്ടൊന്ന് കാണണ്ടായിരുന്നു. ഒന്നൊന്നര ഓട്ടമായിരുന്നടാ. നമ്മുടെ മുമ്പിൽ വലിയ ആളാവ നോക്കിയതാ, വലിയ കാര്യമൊന്നുമില്ല. ഇന്നലത്തെ സംഭവങ്ങൾ ലിഡിയെ വേദനിപ്പിച്ചു അല്ലേ? ഏതെങ്കിലും തെരുവ് പിള്ളേരാണ് ഈ അഭ്യാസം കാണിച്ചതെങ്കിൽ ക്ഷമിക്കാം. പക്ഷേ ലോകപ്രശസ്തനായ ഒരു കലാകാരന്റെ മകനാണ് ഇതിന്റെ പുറകിലെന്ന് ഓർക്കുമ്പോൾ വളരെ വിഷമമുണ്ട്. You are correct. നിങ്ങൾക്കറിയോ, നിങ്ങളുടെ ഈ കൊച്ചു കേരളത്തിന് ഞങ്ങളുടെ നാട്ടിൽ വലിയ മതിപ്പാണ്. See you tomorrow. Bye. ഓക്കെ. മാഡം, ഒരു കാര്യം പറയാൻ മറന്നു. എന്റെ ചന്തു. മാഡം ഓണത്തല്ല് കണ്ടിട്ടുണ്ടോ? No. എന്നാൽ ഞങ്ങൾ ഒരു ഓണത്തല്ല് സംഘടിപ്പിക്കുന്നുണ്ട്, മാഡം വരണം. യെസ്, ഞാൻ വരും. എനിക്ക് കുറച്ച് ഫോട്ടോ എടുക്കണം. എന്താ കുട്ടി വിഷമിച്ചിരിക്കണത്? എന്റെ ലൈഫിന് കുറച്ച് ഓർത്ത് പോയി. അല്ല, കുട്ടി വിവാഹം കഴിച്ചിട്ടില്ലേ? കഴിച്ചു. ഞങ്ങളുടെ നാട്ടില് കാര്യങ്ങൾ അറിയാമല്ലോ. അവിടെ എന്റെ വിവാഹം. അപ്പൊ കുട്ടിയുടെ ഹസ്ബൻഡ്? ഇപ്പോൾ അയാൾ മറ്റൊരു പെണ്ണിന്റെ ഹസ്ബൻഡ്. അപ്പൊ അതില് കുട്ടികളൊന്നുമില്ലേ? എനിക്ക് ഒരു കുട്ടി ഉണ്ടാക്കാൻ വലിയ മോഹമായിരുന്നു. പക്ഷെ അയാൾ അത് ഇഷ്ടപ്പെട്ടിരുന്നില്ല. കഥകളി പഠിച്ചിട്ട് വല്ല കാര്യം ഉണ്ടായോ? കഥകളി മാത്രമാണ് എനിക്ക് ഒരു ആശ്വാസം. ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ നാട് അതാണ്. ലോകത്തില് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം കേരളമാണ്. ഇവിടെ വന്നാൽ ഞാൻ എല്ലാം മറക്കും. പോയി പോയി നാകെ മാറിയിരിക്കുന്നു. സ്നേഹവും സൗഹൃദവും ഒക്കെ ഇപ്പൊ കണക്കാ. എല്ലാം എനിക്ക് മനസ്സിലായി. എവിടെയായിരുന്നു ഇത്ര നേരം? ഇവിടെ ഒരു ഗസ്റ്റ് ഉണ്ടെന്ന് നിനക്കറിയില്ലേ? ഈ ഇടയായിട്ട് ഇത്തിരി കൂടുന്നുണ്ട്. അവൾ വായിക്ക് പറയണ്ട. അവൾ ചെറിയ കുട്ടിയല്ലേ. ചെറിയ കുട്ടി? ഞാനൊന്നും അറിയണില്ല എന്ന് വിചാരിച്ചോ? ഏതാടി നിങ്ങളുടെ കൂടെ ചുറ്റി നടക്കണ തെണ്ടിച്ചേക്കന്മാര്? പറയടി. അത് പിന്നെ ഓണമൊക്കെ അല്ലേ, ഒരു പാർട്ടി ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരും ഞങ്ങളും ഫേസ്ബുക്ക് ഫ്രണ്ട്സാ. അവര് വിളിച്ചു, ഞങ്ങൾ പോയി, അത്രേ ഉള്ളൂ. ലവ്, ഫ്രണ്ട്സ് എല്ലാം നല്ലത് തന്നെ. തീൻമേശയിൽ ലിക്വ വിളമ്പുന്നതും ഡ്രസ് ചേഞ്ച് ചെയ്യുന്നത് പോലെ ഗേൾസിന് മറ്റുന്നതും ഞങ്ങളുടെ കൾച്ചർ. ഫാമിലിക്ക് പ്രധാനം നൽകുന്നു. ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ആരാധിക്കുന്ന ഫെസ്റ്റിവൽസിന് വേൾഡിൽ ഒരിടത്തുമില്ലാത്ത വെറൈറ്റീസ് ഉള്ള നാട്. നല്ല കൾച്ചർ. ഞങ്ങൾ വലിച്ചെറിഞ്ഞ കൾച്ചറിന് നിങ്ങൾ എടുക്കരുത്. നിങ്ങൾ നിങ്ങളുടെ കൾച്ചറിന് മനസ്സിലാക്കണം. കേട്ടോടി, ഒരു അന്യനാട്ടിലെ കുട്ടിയായി പറയണേ. നിങ്ങൾ നിങ്ങളുടെ അച്ഛന്റെ വില കളയും. ഈ മദാമ ഒരു കൺട്രിയാന്ന് തോന്നുന്നു. അച്ഛന്റെ ശിഷ്യൊക്കെ കൊള്ളാം, പക്ഷെ ആ തെണ്ടിച്ചക്കന്റെ കൂടെ ചേർന്ന് എന്നാ വാങ്ങിച്ചാലുണ്ടല്ലോ. നിങ്ങൾ ആര്? ദൈവത്തിന്റെ അവതാരോ? കേരളത്തിലെ അങ്കത്തട്ടുകളിൽ പടപൊരുതി ചരിത്രം തിരുത്തിക്കുറിച്ച വീര പോരാളിയും ഓണത്തല്ലിന്റെ ആവേശവുമായ മൺമറഞ്ഞുപോയ പുത്തൻ വീട്ടിൽ
കുഞ്ഞുണ്ണി ആശാന്റെ അരുമ ശിഷ്യനായ ശങ്കരൻകുട്ടിയും അതുപോലെ തന്നെ എതിരാളി ഏത് കൊമ്പനായാലും എനിക്കൊരു പ്രശ്നമല്ല എന്നുറക്കെ പ്രഖ്യാപിച്ച് ഇതാ മറ്റൊരു യോദ്ധാവ്, നമ്മുടെ നാടിന്റെ അഭിമാനമായി തീർന്ന നമ്മുടെ മംഗലം വീട്ടിൽ മമ്മി ആശാന്റെ കരുത്തനായ ശിഷ്യൻ കുഞ്ഞിമരക്കാരൻ. ഇനി കൃഷ്ണൻകുട്ടിയും കല്ലായിപ്പുറത്ത് കുഞ്ഞാലിയും ഏറ്റുമുട്ടുന്നു. ശാന്തിപുരത്തെ ശാന്തി തകർത്തുകൊണ്ട് ഓണത്തല്ലൊരു വർഗീയ സംഘർഷത്തിലേക്ക് വഴിമാറുന്നു. ഇപ്പോൾ കിട്ടിയ വാർത്ത. ശാന്തിപുരത്തെ ഓണാഘോഷത്തോടനുബന്ധിച്ച് നടന്ന ഓണത്തല്ലിനെ തുടർന്നുണ്ടായ വർഗീയ സംഘർഷത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. പ്രദേശത്ത് ജില്ലാ കളക്ടർ ഒരാഴ്ചത്തെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. ഞാനൊരു കാര്യം പറയട്ടെ, കുട്ടിക്ക് നാളെ തന്നെ പോണോ? ഒരാഴ്ച കൂടി കഴിഞ്ഞിട്ട് പോയാ പോരെ? തൃശ്ശൂര് പുലിക്കളിയൊക്കെ കണ്ടിട്ട്. നിങ്ങളുടെ നാട്ടിൽ ഓണമൊക്കെ ഇങ്ങനെയായില്ലേ? എന്റെ പ്രതീക്ഷകളെല്ലാം വെറുതെയായി. ഞാൻ നാളെ പോണം. അപ്പോ ഞാൻ അവിടെ പോകും. നമ്മൾ എന്ത് ചെയ്യാനാ കുട്ടിയെ? ഇവിടത്തെ ആളുകളൊക്കെ മാറി. ഇനിയും കുറെ കഴിഞ്ഞ ഓണം തന്നെ കേക്കേ ഉള്ളൂ. നോ, അങ്ങനെ പറയില്ല. ചണ്ടുവിനെ പോലെ ഇവിടെ കൂടെ പേരുണ്ട്. അവർ നല്ലവരെ. അവർ ഇനിയും ഓണം നടത്തും. ഈ നാടിന്റെ കാഴ്ച ഉയർത്തിപ്പിടിക്കും. എന്റെ കുട്ടികളുടെ ഭാഗത്തുനിന്നുണ്ടായ എല്ലാ തെറ്റുകൾക്കും മാപ്പ് ചോദിക്കുന്നു. അത് സാരമില്ല. അവ കുട്ടിക്കാരല്ലേ. Oh baby, I just want your love for me. Yeah, 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 yeah. Let me see the love in your eyes.
എന്ത് വേണം? ഒന്നും വേണ്ട മാഡം, പ്ലീസ് ഹെൽപ്പ് മീ. അത്ര ആന കാര്യമൊന്നുമില്ല, എന്റെ help. ഒരു ചെറിയ ഹെൽപ്പ്. കാര്യം ഞാൻ വളച്ചിട്ടില്ലാതെ പറയാം. ഐ വാണ്ട് ടു സ്ലീപ്പ് വിത്ത് യു. നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം. ലോകത്ത് ഏത് കൺട്രിയിലും പെണ്ണുങ്ങൾക്ക് അഭിമാനമുണ്ട്, കൾച്ചറുണ്ട്, മര്യാദയുണ്ട്. കൾച്ചറിനെയും എൻ്റെ ഗുരുവിൻ്റെ സ്നേഹിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഏഴാം കടലിനക്കരെ നിന്നും ഇവിടെ വന്നത്. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ചാരപ്പണിക്കല്ല, വ്യാപിച്ചാരിക്കാനല്ല. അതിന് ഇവിടെ വരേണ്ട ആവശ്യവുമില്ല. You cheap and dirty. Get out. I'm really sorry, madam. Never mind. ആ ലിഡിയ, I am Chandu. ഓണം കൂടാനും നമ്മുടെ നാട് കാണാനും നിങ്ങൾ വന്നപ്പോ ഇവിടെ ആകെ വഴക്കും വയ്യാവേ. നമ്മളീ നാട്ടിൽ വന്നിട്ട് കൊല്ലം കുറേയേ. ഇതൊക്കെയാ മേടപ്പം നമ്മുടെ നാട്ടിലെ ഓണം. എന്താ ചന്തു ചിന്തിക്കുന്നത്? ഒന്നുമില്ല. അതല്ല, ചന്തുവിന്റെ എന്താ വിഷമുണ്ട്? അടുത്ത കൊല്ലം ഓണത്തിന് ഞാൻ പറയാം. ഞാനും ചന്തുവും ഓണം ഫെസ്റ്റിവലിനായി പോന്നു. ഓ ഷുവർ. എന്നെ മേഡം എന്ന് വിളിക്കുന്നത് ലിഡിയ. ഓക്കെ ലിഡിയ. പോയി തമ്മിൽ ഒവ്വയ്യ പറച്ചോനേ. എന്താ നിങ്ങൾ പറഞ്ഞത്? നമ്മളൊരു കണക്ക് കൂട്ടിയതാണേ. നിങ്ങളൊരു ഓട് കണക്കെത്തിയിട്ട് അടുത്ത കൊല്ലം ശാന്തിപുരത്ത് ഓണത്തിന് കലാവിരുന്നൊരുക്കി ലിഡിയെ ഞങ്ങൾ കാത്തിരിക്കും. അല്ലേ ഗഫൂറെ? അതെ. അപ്പോൾ എയർപോർട്ടിലെത്തിയിട്ട് വിളിക്കാം.